ഹലോ നമസ്തേ. അപ്പം നമ്മുടെ ടുഡേ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ്. കോവയ്ക്ക തോരനാണ് ഇന്നത്തെ നമ്മളുടെ ഉച്ചഭക്ഷണത്തിനായി നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സവാള, വറ്റൽമുളക്, വേപ്പില, തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. അതിലേക്ക് കടുകുകൾ ഇട്ടിട്ടുണ്ട്. കടുകുകൾ നല്ല തകൃതിയായി പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിത് സവാളയും വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഉണ്ട്. അതും വേപ്പിലയൊക്കെ കൂടി നമ്മൾ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പല സൈഡിലേക്കും കോവയ്ക്കത്തോരൻ പല സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ സ്റ്റൈലാണ്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ്. ചിലവർ പച്ചമുളകൊക്കെ ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ വറ്റൽമുളക് ഇടാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മുളക് മേടിച്ചിട്ട് മുളക് പൊടി ഉണ്ടാക്കുന്ന കാരണം കൊണ്ട്, പൊടിപ്പിക്കുന്ന കാരണം കൊണ്ട് ഭയങ്കര എരിവ് കുറച്ചിട്ടാലോ. അപ്പോൾ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ശകലം ഇടുള്ളൂ, മുളക് പൊടി കുറച്ചുകൂടെ കൂടുതലിടും. കാരണം കറിക്കൊരു ഇച്ചിരി കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കൂടുതലിടുന്നത്. അതുകൊണ്ടാണ് പച്ചമുളക് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. മിക്കവരും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കോവയ്ക്കത്തോരൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങ കുറച്ചിങ്ങനെ ചൂടായി വരണം, അപ്പോഴാണ് ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. ചില സൈഡിലേക്ക് തേങ്ങയൊന്നും ചേർക്കത്തില്ല, അല്ലാതെ തന്നെ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. കോവയ്ക്കാന്ന് വെച്ചാൽ മിക്കവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മിക്കവരുടെയും വീട്ടിലുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ് കോവയ്ക്ക. അപ്പോൾ തേങ്ങ ഇങ്ങനെ ചൂടാവാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും അവിടെ ചീൻചട്ടിയിലേക്ക് വരാനുള്ള വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കുറച്ച് നേരം മൂട്ടി വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ. കോവയ്ക്ക് വേവാൻ കുറച്ച് ടൈമുണ്ട്. ഇതിപ്പോൾ കുറച്ചൊക്കെ മൂത്ത കോവയ്ക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയും മൂക്കാത്തതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മൂട്ടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ഒരു 15-20 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു പാകത്തിന് എടുത്തിട്ടുള്ളൂ. മറ്റേത് കുറേ സമയം എടുക്കും. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല തൈരിൻ്റെയൊക്കെ കൂടി ഒരു സൈഡ് ഡിഷായിട്ടുണ്ടല്ലോ.